പാഠപുസ്തകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും പാഠപുസ്തകം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം: ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി, 3 മാത്രം. 1829 അദ്ദേഹം സതി നിർത്തലാക്കി. ഇതാണ് തെറ്റായ പ്രസ്താവന. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. തുഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ, ആയില്യം തിരുനാൾ. ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന പ്രമാണത്തിൽ ഒപ്പുവെച്ചത്? ഉത്തരം ഓപ്ഷൻ സി, ചാൾസ് ഒന്നാമൻ. താഴെ പറയുന്ന ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, 1, 2 ആണ് ശരിയായത്. മേഘധാക്കധാര ഋതിക് കട്ടകൻ എഴുതിയതാണ്. അതുപോലെ ഗരം ഹവ എഴുതിയത് MS സത്യവുമാണ്. ആദ്യ കേരള നിയമസഭയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ, 127 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. താഴെ പറയുന്നവയിൽ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്ന മാർഗങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, 1, 2, 3, 5. അതായത് കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്. ഇത്രയുമാണ് ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്ന മാർഗങ്ങൾ. ഇന്ത്യയിൽ നിന്നും ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഒരേയൊരു തടാകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ചിൽക്ക. കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി, 1, 3, 4. മർദ്ദചരിവ് ബലം, ഘർഷണ ബലം, കൊറിയോലിസ് ബലം. ഇത് 3 കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ വിളിക്കുന്ന പേരെന്ത്? ഉത്തരം ഓപ്ഷൻ സി, ജമുന. ഇന്ത്യയുടെ കടൽ തീരത്തിന്റെ ഏകദേശ ദൈർഘ്യം? ഉത്തരം ഓപ്ഷൻ എ, 7516 കിലോമീറ്റർ. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് യോജിച്ച പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, 1, 2 ശരിയായ പ്രസ്താവനകളാണ്. 1991 നിലവിൽ വന്നു. PV നരസിംഹറാവുവിനെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. ഇന്ത്യയിൽ 20 ഇന പരിപാടി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം ഓപ്ഷൻ സി, 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച പ്രസിഡൻസി ബാങ്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇവയെല്ലാം എന്നുള്ളതാണ്. അതായത് ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഇവയെല്ലാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച പ്രസിഡൻസി ബാങ്കുകളാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. ഇത് 3 ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. PC മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ, സംഖ്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 അനുസരിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ, 2ാമത്തെ പ്രസ്താവനയാണ് ശരിയായത്. രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമ സംഹിത രൂപീകരിക്കുക. ഇതാണ് ആർട്ടിക്കിൾ 44 പറയുന്നത്. അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? ഉത്തരം ഓപ്ഷൻ സി, ജർമ്മൻ ഭരണഘടനയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ കടം കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട്? ഉത്തരം ഓപ്ഷൻ സി, കോ വാറന്റോ. താഴെ പറയുന്നവയിൽ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അതാണ് തെറ്റായ പ്രസ്താവന.
പാർലമെന്റിനാണ് യൂണിയൻ ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളത്. കൃഷി സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇത് രണ്ടും ശരിയായ പ്രസ്താവനയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 338. സുപ്രീം കോടതിയുടെ അധികാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി പാർലമെന്റിന്. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1, 2 മാത്രം. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതാണ് യോജിക്കുന്ന പ്രസ്താവനകൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി. ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. കാരണം ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു. സുരക്ഷായാനം എന്നതാണ് ആപ്തവാക്യം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ഇത് മൂന്നും ശരിയാണ്. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ എ 2008 ഓഗസ്റ്റ് 11. താഴെ പറയുന്നവരിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി 3 മാത്രം. ആരോഗ്യവകുപ്പ് മന്ത്രി മാത്രമാണ് ഇതിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത്. മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി ഇവർ 3 പേര് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അംഗങ്ങളാണ്. താഴെ പറയുന്നവയിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ധാതുക്കൾ. എയ്ഡ്സിന് കാരണമായ HIV മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ താഴെ പറയുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. രോഗപ്രതിരോധ ശേഷി കുറയുന്നു. താഴെ പറയുന്നവയിൽ സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആർത്രൈറ്റിസ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം? ഉത്തരം ഓപ്ഷൻ എ തലാമസ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 4 ഇത് മൂന്നാണ് ശരിയായ പ്രസ്താവന. ലൂമിനസ് ഇൻറ്റൻസിറ്റി അതിൻ്റെ അളവാണ് കാൻഡല. അതുപോലെ ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. അടുത്ത വൈദ്യുതധാര അതിൻ്റെ യൂണിറ്റാണ് ആംപിയർ. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം? ഉത്തരം ഓപ്ഷൻ സി ഭ്രമണം. മഴവിലുണ്ടാകുന്നതിന് കാരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ്? ഉത്തരം ഓപ്ഷൻ ഡി എയും ബിയും സിയും കാരണമാകുന്നു. അതായത് ആന്തരിക പ്രതിഫലനം, അപവർത്തനം, പ്രകീർണനം ഇത് മൂന്നും മഴവിലുണ്ടാകുന്നതിന് കാരണമാണ്. വാൻ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ലോഹം ഏത്? ഉത്തരം ഓപ്ഷൻ എ സിർക്കോണിയം. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ എ അലുമിനിയം. വജ്രത്തിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന രശ്മികൾ? ഉത്തരം ഓപ്ഷൻ ഡി അൾട്രാവയലറ്റ് കിരണങ്ങൾ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. കേരളത്തിലെ പ്രശസ്തനായ ശില്പി. ശംഖുമുഖം ബീച്ചിലെ ജലകന്യക പ്രശസ്തമായ ശില്പമാണ്. ഉത്തരം ഓപ്ഷൻ സി കാനായി കുഞ്ഞിരാമൻ. ഈ 2 ശില്പങ്ങളുടെയും ശില്പി കാനായി കുഞ്ഞിരാമനാണ്. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ എഴുത്തച്ഛൻ പുരസ്കാരം. സംഗീത നൈഷധം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി TC അച്യുതമേനോൻ. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണം നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി അഭിനവ് ബിന്ദ്ര. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ഹാർദം. അതാണ് ശരിയായ പദം. വേദപാരംഗതൻ ഈ പദം എങ്ങനെ വിഗ്രഹിക്കാം? ഉത്തരം ഓപ്ഷൻ ബി വേദത്തിൽ പാരംഗതനായവൻ. കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഉത്തരം ഓപ്ഷൻ എ നക്ഷത്രം എണ്ണിക്കുക.
അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ല് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഊണിന് കൃത്യം വാക്കിനു സത്യം. ഏത് വിചാരണ നേരിടാനും താൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു. ഈ വാക്യം ശരിയായി എഴുതുക. ഉത്തരം ഓപ്ഷൻ സി വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ആയുഷ്കാലം പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആയുഷ്കാലം പിരിച്ചെഴുതുമ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഗുരു എതിർലിംഗം എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ഗുർവി. ഉള്ളം കൈ നെല്ലിക്ക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക. ഉത്തരം ഓപ്ഷൻ എ അതിസ്പഷ്ടം. താഴെ പറയുന്നവയിൽ അമ്മയുടെ പര്യായപദത്തിൽ ഉൾപ്പെടാത്തത്. ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. പ്രസു, തായ, ജനിത്രി ഇവയെല്ലാം അമ്മ എന്ന പദത്തിന്റെ പര്യായപദങ്ങളാണ്. സഹിതം വിപരീത പദം. ഉത്തരം ഓപ്ഷൻ സി രഹിതം. മികച്ച വനിതാ ക്രിക്കറ്റ് താരങ്ങളെ ആദരിക്കാൻ ഡെബി ഹോക്ലി മെഡൽ അവതരിപ്പിക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ന്യൂസിലാൻഡ്. PM വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ജമ്മു ആൻഡ് കാശ്മീർ. കേരളത്തിലെ ആദ്യ AI സ്കൂളായ ശാന്തിഗിരി വിദ്യാഭവൻ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി പോത്തൻകോട്. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം മുന്നറിയിപ്പ് നൽകിയ റാൻസംവെയർ വൈറസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് അക്കീറ. ITTF ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ? ഉത്തരം ഓപ്ഷൻ സി പീറ്റ ഡാനി. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി? ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. ദേശീയ പത്രദിനം 2023ന്റെ പ്രമേയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മീഡിയ ദ ഇറ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. തൃശൂരിൽ അവതരിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ മെക്കാനിക്കൽ ആനയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി രാമൻ. സിസ്റ്റർ നിവേദിതയുടെ വെങ്കല പ്രതിമ ജൂലൈ 1-ന് ഏത് രാജ്യത്താണ് അനാവരണം ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ബ്രിട്ടൻ. ഇന്ത്യയുടെ ആദ്യത്തെ പോളാരിമെട്രി ദൗത്യമായ എക്സ്പോസാറ്റ് ഏത് സ്ഥാപനമാണ് നിർമ്മിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ISRO. ബലാത്സംഗം നടത്തുന്ന ഏതൊരാളും 7 വർഷത്തിൽ കുറയാത്തതും അല്ലെങ്കിൽ ജീവപര്യന്തം വരെയാകുന്ന കഠിന തടവ് നൽകി ശിക്ഷിക്കപ്പെടുന്നതും കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാകുന്നതുമാണ് എന്ന് പറയുന്ന IPC സെക്ഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 376. IPC സെക്ഷൻ 410 പ്രകാരം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കളവ് മുതലിൽ ഉൾപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 4-മത്തതാണ്. ഇവയെല്ലാം എന്നുള്ളതാണ്. ഭയപ്പെടുത്തി അപഹരിക്കുന്നവ, കുറ്റകരമായി ദുർവിനിയോഗം ചെയ്തിട്ടുള്ള വസ്തുക്കൾ, മോഷണ വസ്തുക്കൾ ഇവയെല്ലാം IPC സെക്ഷൻ 410 പ്രകാരം കളവ് മുതൽ ഉൾപ്പെടുന്നവയാണ്. IPC സെക്ഷൻ 407-ലെ വിഷയം? ഉത്തരം ഓപ്ഷൻ ബി 1-മത്തതാണ്. അതായത് കരിയറും മറ്റും കുറ്റകരമായ വിശ്വാസ ലംഘനം നടത്തുന്നത്. ഇതാണ് IPC സെക്ഷൻ 407. മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണനത്തിനു വേണ്ടി അയാളുടെ സമ്മതപ്രകാരം ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സെക്ഷൻ 88 ആണ്. CRPS പ്രകാരം കുറ്റസമ്മതം സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി 2-മത്തതാണ്. മജിസ്ട്രേറ്റിന് മുന്നിൽ മാത്രമേ കുറ്റസമ്മതം രേഖപ്പെടുത്താവൂ. CRPC സെക്ഷൻ 54-ൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത്. CRPCയിലെ സെക്ഷൻ 41 പ്രകാരം പോലീസിന് വാറന്റോ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി 1-മത്തതാണ്. പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഒരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്യുന്ന വ്യക്തി ആണ് CRPC സെക്ഷൻ 41. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ സെക്ഷൻ 32 ക്ലോസ് 1-ൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി മരണമൊഴി. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം
ഓപ്ഷൻ ബി സർ ജെയിംസ് ഫിറ്റ് ജെയിംസ് സ്റ്റീഫൻ. കേരള പോലീസ് നിയമം 2011 സെക്ഷൻ 14 പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി മൂന്നാമത്തതാണ്. പോലീസ് സേനയുടെ പൊതുവായ ഘടനയാണ് കേരള പോലീസ് നിയമം 2011 സെക്ഷൻ 14 പറഞ്ഞിരിക്കുന്നത്. ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങൾ പോലീസ് നിയമപ്രകാരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം: മര്യാദയും ഔചിത്യവും, അവസരോചിതമായ സഹാനുഭൂതിയും, സഭ്യവും മാന്യവുമായ ഭാഷയും. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ന്യായീകരണ ബാധ്യസ്ഥതയും ഉത്തരവാദിത്വവും ഉള്ള കാരണമുണ്ടെങ്കിൽ ഏതൊരു സ്വകാര്യ സ്ഥലത്തും പ്രവേശനമുണ്ടായിരിക്കുന്നതാണ് എന്നും പ്രതിപാദിക്കുന്ന കേരള പോലീസ് നിയമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി രണ്ടാമത്തതാണ്, സെക്ഷൻ 37. NDPS ആക്ട് സെക്ഷൻ 37 പ്രകാരം ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. മയക്കുമരുന്നോ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ വാണിജ്യ അളവുകൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയെ ജാമ്യത്തിലോ ബോണ്ടിലോ വിട്ടയക്കില്ല. കോടതിക്ക് പ്രതി കുറ്റക്കാരനല്ലെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണമുണ്ടെങ്കിൽ അയാൾക്ക് ജാമ്യം ലഭിക്കും. ഇതും രണ്ടും NDPS ആക്ട് സെക്ഷൻ 37 പ്രകാരം ശരിയായ പ്രസ്താവനകളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ NDPS ആക്ടിന്റെ ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും പ്രസ്താവിക്കുന്ന വകുപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ എ സെക്ഷൻ 1. പോക്സോ ആക്ട് 2012 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഉത്തരം ഓപ്ഷൻ ബി 1 ശരി 2 തെറ്റ്. തീവ്രമായ ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 10. അടുത്ത ചോദ്യം: പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ സി 2012. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IT വകുപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ സി സെക്ഷൻ 66. IT ആക്ട് ഭേദഗതി ചെയ്യപ്പെട്ട ശേഷം ഉള്ള ചാപ്റ്ററുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 1 എന്നുള്ളതാണ്. അതായത് 14 ചാപ്റ്ററുകളാണ് IT ആക്ട് ഭേദഗതി ചെയ്യപ്പെട്ട ശേഷം ഉള്ള ചാപ്റ്ററുകൾ. മെച്ചപ്പെട്ടതും സുതാര്യവുമായ ഭരണത്തിന് വിവരാവകാശ നിയമം അനിവാര്യമാണെന്ന് നിർദ്ദേശിച്ച 2ാം ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി വീരപ്പ മൊയ്ലി. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്ത വിഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. ഇനി ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ടെൻസ് ഫോം. ഹി വാസ് യൂസ്ഡ് ടു ഡാഷ് ഹിയർ വെൻ ഹി വാസ് എ ചൈൽഡ്. ഉത്തരം ഓപ്ഷൻ ബി വിസിറ്റിംഗ്. He was used to visiting here when he was a child. Dash had I taken my shoes off, dash I found out we had to leave again. ഉത്തരം ഓപ്ഷൻ ബി നാലാമത്തതാണ്. No sooner had I taken my shoes off than I found out we had to leave again. Suresh, did you watch the talk show yesterday? Suresh asked dash. ഉത്തരം ഓപ്ഷൻ സി if he had watched the talk show the previous day. Everest is the highest peak on earth. Change into positive degree. ഉത്തരം ഓപ്ഷൻ ബി ഒന്നാമത്തെ സെന്റൻസ് ആണ് ശരിയായത്. No other peak on earth is as high as Everest. You had better dash a doctor. ഉത്തരം ഓപ്ഷൻ സി കൺസൾട്ട്. You had better consult a doctor. Concluding part of a literary work or play is. ഉത്തരം ഓപ്ഷൻ ബി മൂന്നാമത്തതാണ് എപ്പിലോഗ്. Pick out the antonym of manifest. ഉത്തരം ഓപ്ഷൻ എ conceal. He dashed his glasses and went out. ഉത്തരം ഓപ്ഷൻ എ മൂന്നാമത്തതാണ് put on. He put on his glasses and went out. Pick out the correctly matched collective noun. ഉത്തരം ഓപ്ഷൻ ബി
1ഉം 3ഉമാണ്. എ ബറി ഓഫ് റാബിറ്റ്സ്, എ കോഴ്സ് ഓഫ് അഡ്വൈസേഴ്സ്. ഗോൾഡൻ ചാൻസസ് കം ഡാഷ് ഇൻ ലൈഫ്. ഉത്തരം ഓപ്ഷൻ ഡി, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഗോൾഡൻ ചാൻസസ് കം വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഇൻ ലൈഫ്. ഇത്രയും ചോദ്യങ്ങളാണ് GK ഭാഗത്തു നിന്നും ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ളത്. ഇനിയുള്ളത് കണക്ക് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. അത് പാഠപുസ്തകം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.